ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ആര്യവി മാഡ്നസ്. അപ്പോ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കുമോ? ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ. ഓക്കെ, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പാസ്ത ഉണ്ട്. പാസ്ത. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത. എന്നെ മറന്നില്ല. നമ്മൾ എന്താ കഴിക്കാൻ പോണേ? എന്ത് പാസ്തയാ? ചിക്കൻ പാസ്ത. അപ്പോ ചിക്കൻ പാസ്ത. ചിക്കൻ പാസ്ത. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. ഈ ഷേപ്പിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിന് 2 കപ്പ് അളവിൽ പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്കിനി ഇത് തിളയ്ക്കണം. തിളയ്ക്കുന്ന വരെ അടച്ചു വെക്കാം. നമുക്ക് വേണ്ടത് ചിക്കനാണ്. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ബോൺ ഉള്ളതായാലും നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഈ ചിക്കൻ പീസ് ഇടുക. 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. ഒരു ലെവൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. ഇത് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇവിടെ പാസ്ത തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കാം. വെന്ത് വരാനൊരു 10-15 മിനിറ്റ് എടുക്കും. ഇപ്പോൾ വെന്തിട്ടില്ല. നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ആവശ്യമായി വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി. ഇവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. 3 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കവും നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പാസ്ത ഇപ്പോൾ ഏകദേശം ഒരു 90% വെന്തിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റാണ് ഇത് വെച്ചിട്ടുള്ളത്. ബാക്കി ഇനി വേവ് ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോൾ വെന്തോളും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് ഊറ്റി വെക്കാം. പാസ്ത നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുക്കർ ഓഫ് ചെയ്ത് 2 വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്ത് അതും വിസിൽ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിലുള്ള വെള്ളം നമുക്ക് പാസ്തയിൽ ചേർക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ സ്റ്റോക്കാണിത്. നമുക്ക് ഈ ചിക്കൻ ഷ്രെഡ് ചെയ്തെടുക്കാം. ഗാർലിക്കും ക്യാപ്സിക്കവും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ ഷ്രെഡ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയിൽ. നമുക്കിനി പാസ്ത ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി വേണ്ടത് ബട്ടറാണ്. ആദ്യം ഗാർലിക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ ബട്ടർ എടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ബട്ടർ എടുക്കാം. ഞാനിവിടെ 5 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നല്ലൊരു മണം വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെ ആ ഒരു മണം വരും. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നമുക്കിനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ്. ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പാസ്തയും ചേർത്ത് കൊടുക്കാം. ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം.
നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു സ്ലൈസ് ചീസും ബാക്കിയുള്ള ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഉപ്പ് കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ എരിവിനനുസരിച്ച് പെപ്പറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഒറിഗാനോ ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഈ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മൂടി വയ്ക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. നമ്മുടെ പാസ്ത അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ പാസ്ത ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ബൈ.